നമുക്ക് നല്ലൊരു ചെമ്പരത്തിപ്പൂ രസം ഉണ്ടാക്കിയാലോ. ബ്ലഡ് കൗണ്ട് കൂടാനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഏറ്റവും നല്ലതാട്ടോ. ചെമ്പരത്തിപ്പൂ 5 ചെമ്പരത്തിപ്പൂ എടുക്കുക കേട്ടോ. ഏതലായിട്ട് തിരിച്ചെടുക്കുക. ഒരു മൺചട്ടി വെക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഉലുവായി ഇടുക, കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു കാലോളം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് ഞാൻ മറന്നുപോയത് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം, കരിവേപ്പില ഇട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും, എരിവ് വേണ്ടതൊക്കെ കൂടുതലിടാം. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് നമുക്കൊരു ചെറിയൊരു പിഞ്ചോളം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നെല്ലിക്ക മുഴുപ്പിലുള്ള വാളംപുളി പിഴിഞ്ഞ് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എതിരായിട്ട് വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുക. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ്.